ഇവിടെ രണ്ട് കാര്യങ്ങളാണ് നടന്നത്. കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന മദ്യമായ മിന്നൽ മാജിക് റിലീസായി. അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ ഉണ്ടാക്കുന്ന ലാൻഡ് റോവറും അവിടെ റിലീസായി. 2016 CPM വന്നപ്പോൾ നമ്മുടെ നയം എന്തായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം, മദ്യവർജനം ആയിരുന്നു. അന്ന് ഇന്നസെന്റിനെയും KPSL എഴുതി വെച്ചിട്ടും അതിനെതിരെ പരസ്യമൊക്കെ ഉണ്ടാക്കിയിട്ടും ഉണ്ടായിരുന്നു. ആ സമയത്താണ് ബാറുകൾ പൂട്ടിയത്. ഏകദേശം 420 ബാറുകളാണ് അന്ന് പൂട്ടിയത്. മൊത്തത്തിൽ ആ കൂടെ ഉണ്ടായത് 89 ബാറുകളും. പക്ഷെ LDF പറഞ്ഞ വാക്ക് പാലിച്ചു. 89 ബാറിന്ന് 879 ബാറാക്കി വികസിപ്പിച്ചു. ബാറിൽ മാത്രമല്ല കേട്ടോ, ബീവറേജിലും ഉണ്ടായിട്ടുണ്ട്. 309 ബീവറേജാ ഉണ്ടായിരുന്നുള്ളൂ, അത് 336 എന്ന് വെച്ചാൽ 26 പ്രീമിയം ബീവറേജ് ആണ് കേട്ടോ വന്നത്. പക്ഷെ പ്രീമിയം ബീവറേജ് വന്നപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി. സൂപ്പർ മാർക്കറ്റിലെ പോലെ ഇങ്ങനെ താമസിച്ചിട്ട് എല്ലാത്തിന്റെ വിലയൊക്കെ നോക്കി നല്ല മദ്യം അന്ന് കഴിക്കാൻ തുടങ്ങി. ഇനി എന്തൊക്കെ പറഞ്ഞാലും കേരള സംസ്ഥാനത്തിന്റെ പേര് നമ്മൾ കാത്തേ പറ്റുള്ളൂ. കാരണം തെങ്ങ് കൂടിയതും കൊണ്ടാണല്ലോ കേരളത്തിന് കേരനാട് എന്ന് പേര് വന്നത്. തെങ്ങുന്ന എന്താ എടുക്കുക? കള്ള്. അപ്പൊ ഇത് കള്ളുനാട് തന്നെയാണ്. ആ പേര് നമ്മൾ കാത്തേ പറ്റുള്ളൂ. LDF വരെ എല്ലാം ശരിയാക്കുക എന്നൊരു കോട്ട് പണ്ടുണ്ടായിരുന്നു. ഇപ്പൊ ഏതാണ്ട് അത് കറക്റ്റായി, എല്ലാം അങ്ങോട്ട് ശരിയാക്കി വെച്ചിട്ടുണ്ട്. സർക്കാർ ഒരു മണ്ടത്തരം കാണിച്ചു. ഈ ശരിക്കും പറഞ്ഞ മിന്നൽ മാജിക് ഈ വേനൽക്കാലത്ത് ഇറക്കിയിട്ട് ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. കാരണം ബ്രാൻഡി അല്ല, ചൂടല്ലേ. ഈ ചൂട് കാലത്ത് ബ്രാൻഡ് ഇറക്കിയിട്ട് മിക്കവരും അടിക്കാറില്ല. വല്ല ഡിസംബറിലൊക്കെ ആണെങ്കിൽ നല്ല തണുപ്പത്ത് 2 ബ്രാൻഡി അടിക്കാൻ എല്ലാവർക്കും നല്ല സന്തോഷമായി ഉണ്ടാവും. സർക്കാരിന് വിറ്റുവരവും ഉണ്ടാവുകയായിരുന്നു. കർണാടകയിൽ ഐഫോൺ ഉണ്ടാക്കുന്നു, തമിഴ്നാട്ടില് ലാൻഡ് റോവർ ഉണ്ടാക്കുന്നു. അപ്പൊ കേരളത്തിന് എന്തെങ്കിലും വേണ്ടേ? അതുകൊണ്ട് നമ്മൾ മദ്യം ഉണ്ടാക്കുന്നു.